ഇംഗ്ലീഷ് മാസ്റ്റർ 2024 എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മോട്ടിവേഷണൽ വീഡിയോ ആയിട്ടാണ്. നമ്മളിൽ പലർക്കും ഇംഗ്ലീഷ് സംസാരിക്കണമെന്നുണ്ട്. പക്ഷേ അത് അവരുടെ മനസ്സിൽ മാത്രമാണ് ആഗ്രഹമുണ്ട്. പക്ഷേ ആരും അത് പുറത്തിറക്കാൻ ശ്രമിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ അവർക്ക് തന്നെ പേടിയാണ്. മറ്റുള്ളവരോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റുമോ, അതോ നമ്മൾ സംസാരിക്കുന്നത് ശരിയായ രീതിയിലാണോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ ഗ്രാമർ മിസ്റ്റേക്ക് വരുമോ, ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളാണ് അവരുടെ മനസ്സിനകത്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു അവസരം കിട്ടിയാൽ പോലും അവരത് ഉപയോഗിക്കുന്നില്ല. എന്താ കാരണം? ഈ പേടി കൊണ്ടാണ് അവരിത് സംസാരിക്കാത്തതും മുൻകൈ എടുക്കാത്തതും ഇതുകൊണ്ടാണ്. നമ്മളെല്ലാ ചിന്താഗതികളും എല്ലാം നമ്മൾ മാറ്റി വെക്കണം. എന്ന് വെച്ചിട്ട് നമ്മളിപ്പോൾ ഇംഗ്ലീഷ് സംസാരിച്ച് തന്നെ തുടങ്ങണം. ഇപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരാളുടെ മുന്നിൽ പോയിട്ട് സംസാരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ശ്രമങ്ങൾ തുടങ്ങണം. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒത്തിരി വേസിലൂടെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് പറ്റും. ഒന്നാമത്തേതെന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഇംഗ്ലീഷ് മൂവീസ്, അതേപോലെ അങ്ങനത്തെയൊക്കെ ഷോർട്ട് ഫിലിംസ്, അങ്ങനത്തെയൊക്കെ കുറേ വെബ് സീരീസൊക്കെ വരും ഇംഗ്ലീഷിൽ. അതൊക്കെ നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക. കാണാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും അവരെന്തുവാണോ അതിലൂടെ പറയാൻ ശ്രമിക്കുന്നത് നിങ്ങൾക്കത് പതുക്കെ മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റും. ചില ആളുകൾക്ക് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർക്ക് മനസ്സിലാവുന്നുണ്ട്, തിരിച്ച് പറയാൻ മാത്രമേ ഉള്ളൂ അറിയാത്തത്. ചിലർക്കത് മനസ്സിലാവുന്നില്ല, തിരിച്ച് പറയാനും അറിയത്തില്ല. അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഇതുപോലെ കുറേശ്ശെ കേട്ട് അതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കി, ഇപ്പോൾ നമുക്ക് അവരെന്തെങ്കിലും ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും നമുക്ക് ചില വാക്കുകൾ മനസ്സിലാവത്തില്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ അർത്ഥം ഗൂഗിളിൽ സെർച്ച് ചെയ്തോ എങ്ങനെയോന്ന് വെച്ചിട്ട് നമുക്കത് നോക്കി മനസ്സിലാക്കാനായിട്ട് പറ്റും. പിന്നെ രണ്ടാമത്തെ ഒരു വേ എന്ന് വെച്ചാൽ ബുക്സാണ്. ഇപ്പോൾ നമ്മൾ കുറച്ച് പുസ്തകങ്ങളുണ്ട്, നമ്മൾ ഇംഗ്ലീഷ് പുസ്തകങ്ങളൊക്കെ വായിക്കണം. ഏത് പുസ്തകങ്ങളായിക്കോട്ടെ, ഇപ്പോൾ ഒരു നോവലായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, നമ്മൾ റീഡിങ് മസ്റ്റാക്കിയിരിക്കണം. നമ്മൾ ദിവസവും കുറച്ച് സമയം നമ്മൾ മെനക്കെടണം. എന്നാൽ മാത്രമാണ് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. നമ്മൾ ഒരു ദിവസം ഉണ്ടെങ്കിൽ നമ്മൾ ഓരോ ചാർട്ട് പ്ലാൻ ചെയ്തിട്ട് നമുക്ക് ഇന്ന ദിവസം ഇന്നതുപോലെ ചെയ്യണം എന്ന് പറയുന്ന പോലെ ഏത് സമയത്താണ് നിങ്ങൾ ഫ്രീ ആയിട്ടുള്ളത് നിങ്ങൾ ഇതിനു വേണ്ടി ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങൾ മെനക്കെടണം. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഇപ്പോൾ നിങ്ങളിങ്ങനെ സംസാരിക്കാതെ ഇരുന്നിട്ട് നിങ്ങളിങ്ങനെ പിന്നെ വിഷമിച്ചിരിക്കും. എനിക്കിങ്ങനെ പറ്റുന്നില്ലല്ലോ ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട്, എന്തുകൊണ്ടാണ് എനിക്ക് പറ്റാത്തത്, എനിക്കിപ്പോൾ ആൾക്കാരെ കുറേ ചോദിക്കുമ്പോഴത്തേക്ക് എനിക്ക് പറയാൻ പറ്റുന്നില്ല എന്ന് നിങ്ങൾ വിചാരിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. നിങ്ങളുടെ പ്രശ്നം നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ്. എന്നുവെച്ചാൽ നിങ്ങൾ അതിൽ നിന്ന് പുറത്തിറങ്ങി വന്നിട്ട് നിങ്ങൾ ബുക്സ് വായിക്കുക. മെയിനായിട്ടും ഞാൻ പറഞ്ഞ രണ്ടാമത്തെ കാര്യമാണ് ബുക്സ് വായിക്കുക. ഇഷ്ടംപോലെ ബുക്സുകൾ വായിക്കുക. ഇപ്പോൾ ഏതായിക്കോട്ടെ, ഇപ്പോൾ നോവൽ, മാഗസീൻസ് ഇഷ്ടംപോലെ അവൈലബിൾ ആണ് ബുക്സുകൾ നമുക്ക്. അതെല്ലാം നമ്മൾ ഓരോന്നും എടുത്തിങ്ങനെ വായിക്കുക, അതിൻ്റെ അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ. പിന്നെ നിങ്ങൾക്ക് അഡ്വാൻസ് ആയിട്ടും പഠിക്കാവുന്നതാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ന്യൂസ് പേപ്പേഴ്സ്, ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ന്യൂസ് പേപ്പേഴ്സ് ഒന്നും വരുത്തത്തില്ലായിരിക്കും, ചിലപ്പോൾ മലയാളം മാത്രമായിരിക്കും വീടുകളിൽ ന്യൂസ് പേപ്പർ മേടിക്കുന്നത്. നിങ്ങൾ അതിൻ്റെ കൂടെ തന്നെ ഇംഗ്ലീഷും കൂടി മേടിക്കുക. നിങ്ങൾ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ വായിക്കാൻ ശ്രമിക്കാം. അതുപോലെ അപ്പോൾ നിങ്ങൾക്ക് വായിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അറിവ് കൂടാൻ ശ്രമിക്കും. ആ അറിവ് കൂടുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇംഗ്ലീഷിൽ ഇപ്പോൾ നമ്മൾ ദിവസവും ഒരു ബുക്സ് അല്ല, നിങ്ങളിങ്ങനെ ബുക്സ് വായിക്കുക, ന്യൂസ് പേപ്പർ വായിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആ ദിവസം വായിക്കുന്ന ഒരു വേർഡ്സ് നിങ്ങളുടെ മനസ്സിലേക്ക് ഫീഡാവാൻ തുടങ്ങും. അപ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാക്കാനും പറ്റും കൂടുതലായിട്ട്. ഇപ്പോൾ നിങ്ങൾ ഇതൊക്കെ കാണുമ്പോഴത്തേക്കും അപ്പോൾ തന്നെ ഇപ്പോൾ ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതും കൂടി കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ പഠിക്കാനായിട്ട് പറ്റും. അപ്പം അതിന് ശേഷം നിങ്ങളൊരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ഒരാൾക്ക് ഒട്ടും ഇംഗ്ലീഷ് അറിയത്തില്ലെങ്കിലും അവരത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഒരാളോട്. എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇപ്പോൾ ഒരാൾക്ക് ഇപ്പോൾ പ്രോപ്പറായിട്ട് ആർക്കും ഇപ്പോൾ 2 പേർക്കും ഇംഗ്ലീഷ് അറിയത്തില്ല എന്ന് വെച്ചോ, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കും 2 പേർക്കും ഇംഗ്ലീഷ് അറിയത്തില്ല. പക്ഷേ 2 പേരും ഇംഗ്ലീഷ് സംസാരിച്ച് തുടങ്ങണം. ഇപ്പോൾ പറയുന്ന ആൾക്ക് ഇപ്പോൾ ഇവർ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റത്തില്ല, എന്നാലും അവരെ സംസാരിച്ച് തുടങ്ങണം. അങ്ങനെ നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ പൊതുവേ ചിന്തിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് അറിയില്ല എന്നുള്ള ഒരു ബുദ്ധിമുട്ടാണ് നമ്മൾ ഫേസ് ചെയ്യുന്നത്. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരാളോട് പറയും അവൾക്കും ഇംഗ്ലീഷ് അറിയത്തില്ല, ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ട് എന്താ പ്രയോജനം എന്ന് ചിന്തിക്കരുത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ മിസ്റ്റേക്ക് ആണെങ്കിലും അത് അവർക്ക് മനസ്സിലായില്ലെങ്കിൽ നമ്മളത് സംസാരിക്കുക. അപ്പോൾ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് കിട്ടും. ഇപ്പോൾ നമ്മൾ കണ്ണാടിയുടെ മുന്നിൽ പോയിട്ട് സംസാരിക്കുക, അങ്ങനെ നമ്മളിങ്ങനെ തനിച്ച് സംസാരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ മിററിൻ്റെ കണ്ണാടിയുടെ മുന്നിൽ പോവുക, അവിടെ പോയി നിന്നിട്ട് നമുക്കറിയാവുന്ന ഇംഗ്ലീഷ്, ഇപ്പോൾ നമ്മുടെ ഒരാളോട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ള രീതിയിലൊക്കെ ഉള്ള കാര്യങ്ങൾ നിങ്ങൾ സംസാരിക്കുക. നിങ്ങൾ അതിനെപ്പറ്റി കൂടുതൽ അറിയാനായിട്ട് മനസ്സിലാക്കുക. അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരു കോൺഫിഡൻസ് വരും.
നിങ്ങൾക്ക് പുറമേ ഒരാളോട് പോകുമ്പോഴത്തേക്കും എന്നെക്കൊണ്ട് പറ്റും, എനിക്ക് ഇവരോട് സംസാരിക്കാനായിട്ട് പറ്റും എന്ന് നിങ്ങൾക്ക് ശ്രമിക്കുക. അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ, നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരോടുമായിട്ടും ഇതുപോലെ ഇംഗ്ലീഷിൽ സംസാരിച്ച് പതുക്കെ തുടങ്ങാം. അങ്ങനെ ആകുമ്പോഴത്തേക്കും നിങ്ങൾക്കൊരു കോൺഫിഡൻസ് കിട്ടും. കോൺഫിഡൻസ് കിട്ടുമ്പോഴത്തേക്കും നിങ്ങൾക്ക് തന്നെ തോന്നും എന്നെക്കൊണ്ട് പറ്റും, ഞാനത് ചെയ്തിരിക്കും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ നിങ്ങൾ ഉള്ളത് കേരളത്തിലായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് വിദേശത്ത് പോകണമെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യത്ത് പോകണമെങ്കിൽ നിങ്ങൾക്കത് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യത്തില്ല. അപ്പോൾ നിങ്ങൾ തന്നെ അത് ശ്രമിക്കുക. സോ അതിനുള്ള ബെസ്റ്റ് സൊല്യൂഷനാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങൾക്ക് ഒന്നാമത്തെ എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ആദ്യം തന്നെ ബുക്സ് വായിക്കുക, പിന്നെ ന്യൂസ് പേപ്പർ വായിക്കുക, പിന്നെ അതുപോലെ തന്നെ മൂവീസും വെബ് സീരീസും ഒക്കെ കാണാനായിട്ട് ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ ഇംഗ്ലീഷിൻ്റെ ഇപ്പോൾ നമ്മൾ നല്ലതുപോലെ വായിക്കുവാണെങ്കിൽ തന്നെയും അതിൽ നിന്ന് തന്നെ നമുക്ക് അറിവുകൾ കിട്ടും. അപ്പോൾ നമുക്ക് തന്നെ കുറേ കൂടി ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. പിന്നെ മെയിനായിട്ടും ചെയ്യുന്നത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ആരോടായാലും. ഇപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോടായാലും നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇപ്പോൾ അവർ മലയാളത്തിലേ പറയത്തുള്ളൂ എങ്കിലും നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിച്ച് തുടങ്ങുക. അപ്പോൾ നിങ്ങളിങ്ങനെ പറയുമ്പോൾ നിങ്ങളെ തന്നെ ഇമ്പ്രൂവ് ആക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇമ്പ്രൂവ് ആയി തുടങ്ങുമ്പോഴത്തേക്കും മറ്റുള്ളവർക്കും കൂടി തോന്നും, ഇവനിങ്ങനെ സംസാരിച്ചിട്ട് ഇവനിങ്ങനെ ഇമ്പ്രൂവ് ആയെന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ആ ചിന്ത വരും. സോ എല്ലാവരും ഇനിയും തൊട്ട് ഞാൻ പറയുന്ന ഇത്രയും കാര്യങ്ങൾ ചെയ്തു തുടങ്ങാം. ഒന്നും കൂടി പറയാം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന്. നിങ്ങൾ ഡെയിലി ഒരു അരമണിക്കൂർ നേരം മെനക്കെടുക. നിങ്ങൾക്ക് ബുക്സ് വായിക്കാനായിട്ട് അരമണിക്കൂർ മെനക്കെടുക. പിന്നെ നിങ്ങളുടെ വീട്ടിൽ ഡെയിലി നിങ്ങൾ ന്യൂസ് പേപ്പർ വരുത്തുക. ഇംഗ്ലീഷിൻ്റെ ഏതെങ്കിലും ന്യൂസ് പേപ്പർ ആയാലും കുഴപ്പമില്ല, അത് വരുത്തുക. പിന്നെ മാഗസീൻസ് വായിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ എന്നിട്ട് ടി വിയുടെ സീരിയൽ ഇംഗ്ലീഷ് മൂവീസൊക്കെ കാണാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഇംഗ്ലീഷ് ന്യൂസ് ചാനലും കൂടി കാണാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെയൊക്കെ കാണുമ്പോഴത്തേക്കും നിങ്ങൾ പിന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഒരു മടിയും കൂടാണ്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് പറ്റും. പിന്നെ എനിക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ഒരുപാട് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോസ് കാണാം. അതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിലും നിങ്ങൾക്ക് അതും എന്നോട് കമൻറ്റ് ബോക്സിൽ ആയിട്ട് ഇങ്ങനെ ചോദിക്കാവുന്നതാണ്. എനിക്ക് ഇന്ന ക്ലാസ് വേണം, എനിക്ക് ഇന്ന രീതിയിൽ സംസാരിക്കണമെന്നൊക്കെ. ഞാൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ ഇപ്പോൾ ഈ ചാനൽ കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഇംഗ്ലീഷിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉറപ്പായിട്ടും ചോദിക്കാവുന്നതാണ്, ഒരു മടിയും കൂടാതെ. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ നിങ്ങൾക്ക് എൻ്റെ ഈ മോട്ടിവേഷൻ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ നല്ല രീതിയിലൊരു മോട്ടിവേറ്റ് ആയിട്ട് തന്നെ എടുക്കണം. നിങ്ങളൊരു മടിയും വിചാരിക്കാണ്ട് നല്ല രീതിയിൽ മോട്ടിവേറ്റ് ആയിട്ട് എടുത്തിട്ട് നിങ്ങൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ടാകും, അതും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചർ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടിക്കുള്ളൂ. സോ നിങ്ങൾ എൻ്റെ ഒരു സോഷ്യൽ മീഡിയ കൂടി ഒന്ന് ഫോളോ ചെയ്യുക. അതായത് ഫേസ്ബുക്കിൻ്റെ പേജിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോൻ്റെ താഴെ മെൻഷൻ ചെയ്യുന്നുണ്ട്, അതും കൂടി നിങ്ങൾ ഫോളോ ചെയ്യുക. അല്ലെങ്കിൽ കൂടി ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു, ടേക്ക് കെയർ.